കാടും മലകളൊക്കെ കയറാൻ ഇഷ്ടമുള്ള എനിക്ക് ഈ നാട്ടിൽ ഒരുപാട് മലകളും കാടുകളൊക്കെ ഉണ്ട് കേട്ടോ. അതിസുന്ദരമാണ് ഈ നാട്. ഒഴിവ് കിട്ടുമ്പോൾ കയറണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കണ്ടുവച്ച ഞങ്ങൾ താമസിക്കുന്നതിന് അടുത്തുള്ള ഒരു ചെറിയ മലയുണ്ടായിരുന്നു. ഒരു ദിവസം ഒരു അവസരം കിട്ടിയപ്പോൾ ഞാൻ സുഭാഷിനെ കൂട്ടി ഇറങ്ങി ആ മല കയറാൻ. ഓരോ ചുവടുകളും മുന്നോട്ട് വയ്ക്കുമ്പോഴും ഞാൻ ചുറ്റും നോക്കും എത്രത്തോളം സുന്ദരമായി എന്ന്. അതെ, മനോഹരമാണ് കാഴ്ചകളെല്ലാം. എനിക്ക് ഈ നാട് ഒരുപാട് 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 ഇഷ്ടപ്പെട്ടു കേട്ടോ. എൻ്റെ വീഡിയോകളിലെല്ലാം ചിലപ്പോൾ നിങ്ങൾക്കത് തോന്നിയിട്ടുണ്ടാവും. സത്യമാണത്. എത്രമാത്രം എന്നറിയാത്തൊരു ഇഷ്ടം എനിക്ക് ഈ നാടിനോട് തോന്നിപ്പോവുകയാണ്. അത്രയും സുന്ദരമാണിത്. എന്തോ എൻ്റെ ഭാഗ്യമായിട്ടാണ് കരുതുന്നത് ഞാൻ ഈ നാട്ടിലെത്തിപ്പെട്ടത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ കാണുന്ന അതുപോലെ തന്നെ കേട്ടോ ഈ ആൾക്കാരുടെ മനസ്സും. ഇവിടെ ഉള്ളവർ അത്രത്തോളം സ്നേഹമുള്ളവരാണ്, മറ്റുള്ളവരെ ബഹുമാനിക്കുന്നവരാണ്. നല്ല സൗഹൃദങ്ങൾ എപ്പോഴും കീപ്പ് ചെയ്യും. ശരിക്കും ദൈവത്തിൻ്റെ സ്വന്തം നാടാണിത്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ലേ ഒരു വീഡിയോയിൽ, ഇതല്ലേ ശരിക്കും ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന്. അതെനിക്കങ്ങനെ തോന്നിപ്പോവുകയാണ്. കാരണം അത്രയുമാണ് ഇവിടുത്തെ ജനങ്ങളുടെ പെരുമാറ്റം. മറ്റുള്ളവരെ ബഹുമാനിക്കുന്നതിലും മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിലും ആഘോഷങ്ങളിൽ അവർ മുൻപന്തിയിലാണ്. അതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ കാര്യങ്ങളിലും. അത്രയും ദൈവവിശ്വാസമാണ് ഇവർക്കെല്ലാവർക്കും. എന്ത് ചെയ്യുന്നതിലും അതിലൊരു എന്തോ ഒരു പെർഫെക്റ്റ് ഞാൻ കാണുന്നുണ്ട്. ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും ഈ നാടും ഇത്ര സുന്ദരമായി പോയത്. ഞങ്ങളങ്ങനെ ഓരോന്നും പറഞ്ഞ് നടക്കുമ്പോൾ ഒരു ചെറിയൊരു മഴയെത്തി. കുറച്ച് സമയം ഞങ്ങൾ ഒരു മരത്തിൻ്റെ വീട്ടിലിരുന്നു. പിന്നെ വീണ്ടും യാത്ര തുടങ്ങി. ഓരോ കാഴ്ചകളും കണ്ടുകൊണ്ട് ഓരോ നിമിഷങ്ങളും ആഘോഷിച്ച്. ശരിക്കും ചെറിയൊരു മലയാണെങ്കിലും കൂട്ടിയിട്ട് ഇവിടെ ഒത്തിരി നേരം ചിലവഴിക്കണമെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. ഓരോ ചൂടുകളും മുന്നോട്ട് വയ്ക്കുമ്പോഴും ഭയങ്കര ഒരു ആകാംക്ഷയാണ് എനിക്ക്, ഭയങ്കര ഒരു ആവേശം. ഈ നാടിൻ്റെ സൗന്ദര്യങ്ങളെല്ലാം ശരിക്കും ഒന്ന് കാണുമ്പോൾ എൻ്റെ നാടിനെ ഓർമ്മപ്പെടുത്തുന്ന എന്തൊക്കെയോ ഇവിടെയുള്ളതുപോലെ. ശരിക്കും എൻ്റെ കുടുംബവും എൻ്റെ കൂടെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ശരിക്കും സ്വർഗത്തിലെന്ന പോലെ ഇവിടെ കഴിഞ്ഞേനെ. അതെ, കഴിയുമായിരുന്നെങ്കിൽ ഞാൻ അവരെയും കൂട്ടുമായിരുന്നു ഈ കാഴ്ചകളെല്ലാം ഒന്ന് കാണാൻ. ഇവിടുത്തെ ആളുകളുടെ സ്നേഹത്തെപ്പറ്റി പറയുമ്പോൾ എനിക്ക് ഇവിടെ വന്നിട്ട് എൻ്റെ ലൈഫിലുണ്ടായിട്ടുള്ളൊരു അനുഭവം ഓർമ്മ വരികയാണ്. അത് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കട്ടെ. ഞാൻ ഒരു ദിവസം ഒരു അമ്മയെ കണ്ടുമുട്ടി. ആ അമ്മ എന്നോട് കുറച്ചു നേരം സംസാരിച്ചു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവസാനം ഞങ്ങൾ പിരിയാൻ നേരം ആ അമ്മ എന്നോട് പറഞ്ഞു, മോനെ, മറക്കരുത്, ഇവിടെ വന്നത് ജോലി ചെയ്യാനാണ്, സമ്പാദിക്കാനാണ്. നിന്നെയും കാത്തു നിൻ്റെ ഒരു കുടുംബം നാട്ടിൽ കാത്തിരിപ്പുണ്ട്. കിട്ടുന്ന പണമെല്ലാം ഇവിടെ ആഘോഷങ്ങൾക്ക് വേണ്ടി ചിലവാക്കരുത്. നിന്നെ കാത്തിരിക്കുന്ന അവർക്ക് നീ മാത്രമേ തുണയുള്ളൂ. നന്നായി ജോലി ചെയ്യുക, നന്നായി സമ്പാദിക്കുക, തിരിച്ചുപോയി കുടുംബത്തോടൊപ്പം സന്തോഷമായിട്ട് കഴിയുക. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആരാണെന്നോ എവിടെയാണെന്നോ എന്താണെന്നോ അറിയാത്ത ഒരമ്മ, കണ്ടുമുട്ടി കുറച്ച് സമയത്തൊരു പരിചയം, എങ്കിലും സ്വന്തം മകനേടുന്ന പോലുള്ള ആ ഒരു സ്നേഹത്തോടുള്ളൊരു ഉപദേശം, അത് ശരിക്കും എൻ്റെ ഹൃദയത്തിൽ തട്ടി. ഇതൊക്കെയാണ് ഇവിടുത്തെ ആളുകളുടെ സ്നേഹം.
അതൊക്കെയാണ് എന്നെ വല്ലാതെ കൊതിപ്പിക്കുന്നത്. എന്തായാലും ഈ നാടിൻ്റെ സൗന്ദര്യങ്ങളുടെ ആഴങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിയിട്ട് പോകും, എൻ്റെ ഇതുപോലുള്ള കൊച്ചു കൊച്ചു വീഡിയോകളുമായിട്ട്. ഇനിയും വരാം ഞാൻ ഈ മൗറീഷ്യസിൻ്റെ സൗന്ദര്യം നിറഞ്ഞ കാഴ്ചകളുമായിട്ട്. എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്നേഹത്തോടെ ബായ്.